ആഹ് ഇപ്പോൾ അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? നിലവിൽ അവരെ രക്ഷാപ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഫയർഫോഴ്സ് നടത്തിയ ശ്രമം ഒരു പരാജയപ്പെട്ട സാഹചര്യത്തിലായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് JCB അങ്ങോട്ട് എത്തിച്ച് അത് കോൺക്രീറ്റ് മാറ്റി അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്കളാണോ ആ കുടുംബവുമായി സംസാരിച്ചത്, അവരുമായി വീട്ടുകാരുമായി സംസാരിച്ചത്? ഞാൻ സന്ധ്യയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ സുരക്ഷിതരാണ്, അതായത് മറ്റ് ഈ ആരോഗ്യ പ്രശ്നങ്ങളോ പരിക്കുകളോ ഒന്നും ഇല്ലല്ലോ അല്ലേ? സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് പറഞ്ഞില്ല. അതായത് ഇപ്പോ അതായത് ഇതിന് പുറത്തുനിന്ന് സംസാരിച്ചു. അപ്പോ അവരെന്താ പറയുന്നത്? ഇനിയിപ്പോ എങ്ങനെയാ ഇവിടെ നിന്ന് ആളുകൾ അകത്തേക്ക് കയറിയിട്ടുണ്ടോ? ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റിയില്ല. ഒരുപാട് നേരം സംസാരിക്കാൻ സാധിച്ചില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് അവരെ അടുത്തേക്ക് പോകാനും അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് എത്തിക്കാൻ എന്ത് നീക്കമാണ് നടക്കുന്നത്? JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മണ്ണ് പൂർണ്ണമായും മാറ്റി ഈ കോൺക്രീറ്റ് പാളികൾ നീക്കിയിട്ട് വേണം പുറത്തേക്ക് എടുക്കാൻ, അല്ലേ? അതെ 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 അതെ. നമുക്ക് നേരത്തെ ആരോ പറഞ്ഞിരുന്നു, അതായത് അകത്തേക്ക് ചിലർ കയറാൻ ശ്രമിച്ചു, അതായത് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറിയിട്ടുണ്ടാരെങ്കിലും അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, അങ്ങനെ ആരും ആർക്കും കയറാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. അതാണ്. ഓക്കെ, അത് അപ്പോൾ ഇനി അവരുമായി സംസാരിക്കാൻ മാത്രമേ സാധിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ അവരെ? പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല, അതായത് അവരോട് സംസാരിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ, അല്ലേ? കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ആരും കൂടി തള്ളി കയറിയാൽ അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ അതങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓക്കെ, അല്ല അതായത് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. കാണാൻ പറ്റുന്നില്ല. ഇല്ല, അതായത് അവരോട് സംസാരിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ വരുന്ന സമയത്ത് അവരോടൊന്ന് സംസാരിക്കാൻ മാത്രമേ പറ്റൂ. അന്നേരം അവർ കരയുന്നുണ്ടായിരുന്നു. സാധിച്ചുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോ അവരവിടെ ഉണ്ട്. ഇനിയിപ്പോൾ മണ്ണ് നീക്കുന്ന കാര്യങ്ങളിലേക്കാണ് കിടക്കേണ്ടത്. ഈ മരങ്ങളടക്കം അവിടെ നിന്ന് മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി JCB മരങ്ങൾ മുറിച്ചു നീക്കിയാണ് JCB പുതിയ റോഡ് വെട്ടിയാണ് ഇപ്പോൾ വീടിന് സമീപത്തേക്ക് JCB എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതായത് ഇനിയിപ്പോൾ JCB മുന്നോട്ട് നീങ്ങി അത് ആ കോൺക്രീറ്റ് നീക്കണം, എന്നാലേ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ, അല്ലേ? മറ്റു വീടുകളൊന്നും ഇല്ലല്ലോ, അതായത് ഈ ഒരു വീട് മാത്രമാണല്ലോ അല്ലേ കുടുങ്ങിയിരിക്കുന്നത്? അല്ലല്ല, 8ഓളം വീടുകൾ ഈ കോളനിയിലുള്ള ലക്ഷം വീട് കോളനിയിലുള്ള 8ഓളം വീടുകൾ ഇപ്പോൾ മണ്ണിനടിയിലാണ്. അവിടെ ആളുകളുണ്ടോ ഇപ്പോൾ? ഈ ബിജു ഇല്ല, അവിടുത്തെ ആളുകളെ നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. വൈകിട്ട് ഒരു 6:30 അവരെ ക്യാമ്പിലേക്ക് നമ്മൾ മാറ്റിയിരുന്നു. ഈ വീടിന് തൊട്ടു മുകളിലുള്ള ഒരു വീട് പൂർണ്ണമായിട്ടും താഴേക്ക് പോകുന്നു. NHന്റെ സൈഡിൽ ഇരുന്ന ഒരു വീട് പൂർണ്ണമായിട്ടും താഴേക്ക് പോകുന്നു. ഈ പറഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീണ് താഴ്ന്നു പോയി എന്ന് പറഞ്ഞിട്ടുള്ള വീടുകളടക്കം എല്ലാ വീട്ടിലെയും ആളുകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാണല്ലോ, അല്ലേ? എല്ലാ വീടുകളിലെയും ആളുകൾ സുരക്ഷിതരാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് സിദ്ദിഖാണ്, വാർഡ് മെമ്പറാണ്. അദ്ദേഹമാണ് നേരത്തെ ഈ സന്ധ്യയുമായി സംസാരിച്ചിരുന്നു. അവർ കരയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല, അവരെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ അവിടെ നടത്തുന്നുണ്ട്. JCB ഉപയോഗിച്ച് ഇനി മണ്ണ് നീക്കി കോൺക്രീറ്റ് പാളി നീക്കിയാണ് അവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ അകത്തേക്ക് ആളുകൾ കടന്നിട്ടുണ്ട് എന്നുള്ളൊരു അത് കടക്കാൻ ഈ രക്ഷാപ്രവർത്തകർ കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. ഒപ്പം നാട്ടുകാരടക്കം തടിച്ചുകൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കടക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അവരോട് സംസാരിക്കാൻ സാധിച്ചു. അവർ സുരക്ഷിതരായിട്ട് അവരുണ്ട്. അവിടെ മറ്റു പരിക്കുകളൊന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അവളെ